പ്രാദേശികമായി ഉള്ളി ഉൽപാദനം വർദ്ധിപ്പിക്കാനും വിവിധ ഗവർണറേറ്റുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനുമാണ് ഒമാനിലെ കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയത്തിന്റെ തീരുമാനം. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സവാളയുടെ 44% ഇന്ത്യയിൽ നിന്നുമാണ്. കയറ്റുമതി ഇന്ത്യ നിരോധിച്ചതോടെയാണ് വില വർധന തുടങ്ങിയത്. കയറ്റുമതി നിരോധനം മാർച്ച് 31 വരെ തുടരുമെന്ന ഇന്ത്യൻ ഉപഭോക്തൃകാര്യ സെക്രട്ടറി രോഹിത് കുമാർ സിംഗിന്റെ പ്രസ്താവന ഒമാനിൽ വീണ്ടും വില വർധനയ്ക്ക് കാരണമായേക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. മാത്രമല്ല, റമദാൻ സീസൺ ആരംഭിക്കുന്നതോടെ ഉള്ളിയുടെ ഉപയോഗവും വർദ്ധിക്കും. കയറ്റുമതി നിരോധനം ഇന്ത്യ പിൻവലിച്ചില്ലെങ്കിൽ വൻ വിലവർധനയാകും രാജ്യത്ത് ഉണ്ടാകുക. വിലവർധന നേരിടാൻ ഇറാൻ, തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാനും നടപടി ആരംഭിച്ചു. നിലവിൽ ഒമാനിൽ വിതരണം ചെയ്യുന്ന ഉള്ളിയുടെ 14% മാത്രമാണ് രാജ്യത്ത് കൃഷി ചെയ്യുന്നത്. ഒമാനിൽ പ്രതിവർഷം 14,886 ടൺ സവാളയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 43,000 ടൺ സവാള ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഉള്ളി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുകയാണ് ഒമാന്റെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.